ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ 1 അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ബേസിൽ തന്നെ പഠിച്ചിട്ട് പോകണം. എന്തിനാണ് അങ്ങനെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നും എസ്സേ വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മുടെ ഫൈനൽ എക്സാം ആവട്ടെ, ഇനി ക്വാർട്ടർലി എക്സാം ആവട്ടെ, ഇതിനൊക്കെ ഇതിൽ നിന്നും എന്ത് ചോദിക്കാറുണ്ട്? പ്രധാനമായിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്നൊരു എസ്സേ ചോദ്യമായിട്ട് ചോദിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു എസ്സേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുൻകാലത്ത് ചോദിച്ചൊരു ചോദ്യം, അതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ നമുക്ക് എന്താണ് അല്ലാതെ ചോദിക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാർച്ച് 2020 മാർച്ച് 2022 എസ്സേ ആയി ചോദിച്ച ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു എസ്സേ ആണെങ്കിൽ 6 മാർക്കിൻ്റെ എസ്സേ ആയിട്ടാണുള്ളത്. നമുക്ക് ഇപ്പോൾ ക്വാർട്ടർലി എക്സാമിന് ഒരിക്കലും 6 മാർക്കിൻ്റെ എസ്സേ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എസ്സേയിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു എസ്സേ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് വരച്ചു വെക്കുന്നു. ഒരു എസ്സേ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ടൈറ്റിൽ എഴുതി വെക്കണം അല്ലേ. ഇപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതാണെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ടൈറ്റിൽ എഴുതണം. കറക്റ്റ് പാരഗ്രാഫ് ആക്കി തന്നെ എന്ത് ചെയ്യണം? ആ എസ്സേ ഒക്കെ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി നമ്മൾ പറയുമ്പോൾ മെർക്കന്റലിസ്റ്റ് ലോസ് അഥവാ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പിലാക്കിയ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങളാണ് മെർക്കന്റലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. 5 മെർക്കന്റലിസ്റ്റ് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് എന്താണ്? സാധനങ്ങളിലെ ഗുഡ്സ് കൊണ്ടുപോകുന്നത് എന്തിൽ മാത്രമായിരിക്കണം? ബ്രിട്ടീഷുകാരെ കപ്പലുകളിലോ ഷിപ്സ് ബിൽറ്റ് ഇൻ ബ്രിട്ടീഷ് കോളനീസ്, ബ്രിട്ടീഷുകാരെ കോളനികളിലോ ഉണ്ടാക്കിയ കപ്പലുകളിൽ മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഷിപ്പുകളിൽ മാത്രമേ അമേരിക്കൻ കോളനികളിൽ നിന്നും സാധനം കൊണ്ടുപോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല ഷുഗർ, വൂൾ, കോട്ടൺ, കമ്പിളി, പരുത്തി, പഞ്ചസാര തുടങ്ങിയ സാധനം മുകളിൽ നികുതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5ഓളം നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കണം. രണ്ടാമത് പഠിക്കേണ്ടത് 2 തിങ്കേഴ്സിന്റെ പേരുണ്ട്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 ചിന്തകന്മാരാണ് ജോൺ ലോക്കും തോമസ് പെയിനും. അവർ ആശയങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ കോണ്ടിനെന്റൽ കോൺഗ്രസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ അമേരിക്കയിലെ 13 കോളനികൾ 1774 1775 ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കൂടിച്ചേർന്നിട്ടുള്ളത്. 1774 കൂടിച്ചേർന്ന സമ്മേളനത്തെ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനമെന്നും 1775 കൂടിച്ചേർന്നതിനെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസും എന്നാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ രണ്ടാമത് ഇപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനുമായിട്ട് ചോദിക്കുകയാണെങ്കിൽ 6 മാർക്കിൻ്റെ ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന എസ്സേ ഇങ്ങനെയായിരിക്കും: എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തെ വിശദീകരിക്കാൻ പറയും. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്തായാലും നമ്മുടെ ക്വാർട്ടർലി എക്സാമിന് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഫ്രഞ്ച് സൊസൈറ്റിയാണ്. ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ എത്രയാക്കിയാ തരംതിരിച്ചത്? ഫ്രഞ്ച് സൊസൈറ്റി അഥവാ ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ എത്രയാക്കി തരംതിരിച്ചു എന്നാ പറയുന്നത്? 3 ആക്കി തരംതിരിച്ചു. ഒന്നാമത്തെ ഏതാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ് അഥവാ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. ഇതാരാ? ക്ലർജി അഥവാ പുരോഹിതന്മാർ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതാരാണ്? നൊബിലിറ്റി അഥവാ പ്രഭുക്കന്മാർ. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതാരാണ്? അത് കോമൺ പീപ്പിൾ, കോമൺസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, സാധാരണക്കാരാണെന്നും അത് നമ്മൾ കൃത്യമായി പഠിക്കണം. ദെൻ നമ്മൾ പഠിക്കേണ്ടത് ഫ്രഞ്ച് റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്ത തിങ്കേഴ്സിനെ കുറിച്ചാണ്. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. അതും നമ്മൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. ഇനി അതിലൊരു കാര്യം കൂടി പഠിക്കേണ്ടത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എൻഡ് ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിച്ചു. സ്റ്റിമുലേറ്റഡ് ലേറ്റർ റെവല്യൂഷൻസ്, പിൽക്കാല ലോകത്തുണ്ടായ സമരങ്ങളെ കൂടുതൽ പ്രചോദിപ്പിച്ചു. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഹെൽപ്ഡ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയതന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്നൊക്കെ പറഞ്ഞ് ആ 3 കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കണം.
പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സാധനമാണ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഹിൻസ്. അല്ലേ, ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയതിൻ്റെ വിവിധ ഘട്ടങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലേ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ആ സൂചികയുടെ അടിസ്ഥാനത്തിൽ വിശദീകരണമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചു വെക്കണം, ഇതൊരു എസ്സേ പോലെയാ ചോദിക്കാം. ചൈനയിൽ നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്നത് സൺയാത്സൻ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് കുമിങ് താങ് പാർട്ടി. അല്ലേ, ഈ സൺയാത്സനും കുമിങ്താങ് പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൺയാത്സന് മരിച്ചുപോയും പകരം വന്നിട്ടുള്ള അല്ലെ ചിയാങ് കൈഷക് എന്ന് പറയുന്ന ആളിന്റെ ഓട്ടോക്രസി ഏകാധിപത്യ ഭരണം അല്ലെ, അവിടുത്തെ എന്താണ് എല്ലാ ഫോറിൻ ട്രേഡും ബാങ്കിങ്ങും ഒക്കെ ഫോറിനേഴ്സ് വിദേശികൾക്ക് വിട്ടുകൊടുത്ത കാര്യവും അവിടെയുള്ള എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകളൊക്കെ കൊന്നുകളയുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ചിയാങ് കൈഷക്കിനെതിരെ വളർന്നു വന്ന ലീഡറാണ് മാവോ സേതുങ്. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അദ്ദേഹം ചിയാങ് കൈഷക്കിനെതിരെയും ചൈനയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും നടത്തിയ മാർച്ചിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോങ് മാർച്ച് എന്നതാണ്. അത് നടന്ന വർഷം 1934 ആണ്. അല്ലെ, ചൈനയിലെ കിയാൻസ്കി മുതൽ യനാൻ വരെയാണ് ആ സംഭവം നടന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അവസാനം എന്ത് ചെയ്യുന്നു, മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് ചിയാങ് കൈഷക്കിന് എന്ത് ചെയ്യുന്നു, ചൈനയിൽ നിന്നും പുറത്താക്കുന്നു. ചിയാങ് കൈഷക് തായ്വാനിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നതോട് കൂടിയിട്ട് ചൈന ബിക്കം എ പീപ്പിൾസ് റിപ്പബ്ലിക് ഓൺ October 1st 1949 ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആവുന്ന കഥയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊരു എസ്സേ പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റഷ്യൻ റവല്യൂഷനെ കുറിച്ച് പബ്ലിക് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ മോഡലിന് എന്ത് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് ചൈനയിലെ അനലൈസ് ദ കോസസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ദി റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും. ഇതിൽ റൈറ്റേഴ്സിനെ കുറിച്ച് അങ്ങനെ അധികം ചോദിച്ചു കാണാറില്ല. ഇനി അഥവാ ഇവിടുത്തെ റഷ്യയിലുള്ള റൈറ്റേഴ്സിലെ ജനങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ, ലാബേഴ്സിന്റെയും ഫാക്ടറി വർക്കേഴ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ, അല്ലെ ഫാർമേഴ്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അവരുടെ പുസ്തകങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ലിയോ ടോൾസ്റ്റോയ്, ആന്റൺ ചെക്കോവ്, ഇവാൻ തുർക്കനേവ് തുടങ്ങിയ ആൾക്കാരാണ്. അല്ലെ, പിന്നെ അറിയുന്നത് മാക്സിം ഗോർക്കി, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് പറയുന്നുണ്ട് ദ മദർ, അമ്മ, അതൊക്കെ പറഞ്ഞു. ഫെബ്രുവരി റവല്യൂഷൻ എന്താന്ന് ചോദിച്ചാൽ ചൈന ഭരിച്ചിരുന്ന സാർ രാജാക്കന്മാരെ പുറത്താക്കിക്കൊണ്ട് ചൈനയിൽ നടന്ന റവല്യൂഷനാണ് ഫെബ്രുവരി റവല്യൂഷൻ. ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അലക്സാണ്ടർ കെരൻസ്കി, മെൻഷെവിക് പാർട്ടി, അവരൊരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കി. പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും റഷ്യയിൽ ഒരു റവല്യൂഷൻ നടന്നു. അതിന്റെ പേര് ഒക്ടോബർ റവല്യൂഷൻ. ഒക്ടോബർ റവല്യൂഷനോടുകൂടി ചൈന ഭരിച്ചിരുന്ന അലക്സാണ്ടർ കെരൻസ്കി പുറത്താവുന്നു. പകരം ആര് വരുന്നു, അവിടെ ലെനിൻ വരുന്നു. ഇവരുടെ പാർട്ടിയുടെ പേര് ബോൾഷെവിക് പാർട്ടി. ഈ കാര്യവും നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ആ വിപ്ലവത്തിന്റെ ഫലം കൂടി നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് ആയിട്ട് റഷ്യൻ വിപ്ലവത്തിന്റെ, റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് റഷ്യ വിഡ്രോ ഫ്രം ദി ഫസ്റ്റ് വേൾഡ് വാർ. അല്ലെ, റഷ്യ ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്നും, 1ാം ലോക യുദ്ധത്തിൽ നിന്നും പിന്മാറിയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പബ്ലിക് പ്രോപ്പർട്ടി ഗവൺമെന്റ് ഏറ്റെടുത്തു. അല്ലെ, ലാൻഡ് എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഫാമേഴ്സ്, കർഷകർക്ക് വിട്ടുകൊടുത്തു. ന്യൂ ടെക്നോളജി കൊണ്ടുവന്നു. 1924 ഒരു പുതിയ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു. USSR ഫോം ചെയ്തു. സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് സ്പ്രെഡായി. ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ചോദിക്കാവുന്ന എസ്സേയും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.